സർ, യുക്രൈൻ അമേരിക്ക ചർച്ച, അതായത് സെലൻസ്കിയും ട്രംപും തമ്മിലുള്ള ചർച്ച അലസിപ്പിരിഞ്ഞതായിട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. അമേരിക്കയ്ക്ക് ഉക്രൈനോട് ചില കടുത്ത നിലപാടുകളുണ്ട്. റഷ്യയെ പിണക്കിക്കൊണ്ട് ഉക്രൈനുമായിട്ട് ചേർന്ന് മുന്നോട്ട് പോകാൻ അമേരിക്ക താല്പര്യപ്പെടുന്നില്ല എന്നാണ് നമുക്കതിൽ നിന്ന് മനസ്സിലായത്. പക്ഷേ ഇതിനകത്ത് സർ മറ്റൊരു കാഴ്ച കൂടെ നമുക്ക് കാണേണ്ടതുണ്ട്. ഈ സെലൻസ്കി അവിടെ വന്നപ്പോൾ ട്രംപ് സ്വീകരിക്കുകയും അദ്ദേഹത്തിനോട് സംസാരിക്കുകയും ഉക്രൈനോട് സ്വീകരിച്ച ഒരു നിലപാടും ഒക്കെ നമ്മുടെ മുന്നിലുണ്ട്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കയിൽ ചെന്നത്. അദ്ദേഹത്തിന് കിട്ടിയ ഊഷ്മളമായ വരവേൽപ്പും സ്വീകാര്യതയും ഒപ്പം അദ്ദേഹവുമായിട്ട് ചർച്ച ചെയ്ത് നമ്മുടെ ട്രേഡ്, അതായത് വ്യാവസായികമായ വിഷയങ്ങളിലൊക്കെ ട്രംപ് സ്വീകരിച്ച നിലപാട്, ഇത് തമ്മിലൊന്ന് താരതമ്യം ചെയ്താൽ അത് സാറിന് എന്താണ് അതേക്കുറിച്ച് പറയാനുള്ളത്? അതേ പ്രസന്റ് എനിക്ക് തോന്നുന്നത് ഉക്രൈനാണ്, ഇന്ത്യയാണ്. സെലൻസ്കിയാണ്, നരേന്ദ്രമോദിയാണ്. ഇത് വലിയ വ്യത്യാസമുള്ള കാര്യമാണ്. അപ്പോൾ ട്രംപിനറിയാം ആരെ എങ്ങനെ സ്വീകരിക്കണം, എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായിട്ട് ധാരണ ട്രംപിനുണ്ട്. ട്രംപ് മറ്റ് അമേരിക്കൻ പ്രസിഡന്റുമാരെ പോലെ അല്ല. നമ്മൾ ട്രംപിനെക്കുറിച്ച് ശരിക്കും പഠിക്കേണ്ടതാണ്. ഇപ്പം നമുക്ക് അറിയാവുന്ന സമീപ കാലഘട്ടത്തിൽ വന്ന ചില പ്രസിഡന്റുമാർ, ഒന്ന് ബിൽ ക്ലിൻ്റൺ, മറ്റൊന്ന് ബറാക്ക് ഒബാമ, അത് കഴിഞ്ഞ് ജോ ബൈഡൻ, ഇതിനിടയ്ക്ക് ട്രംപ് വരുന്നുണ്ട്. അപ്പോൾ ട്രംപ് ഇവരെ ഒന്ന് താരതമ്യപ്പെടുത്തി നോക്കിയാൽ ഇവരിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തനാണ് ട്രംപ് ഒരേ സമയം തന്ത്രശാലിയായ രാഷ്ട്രീയക്കാരനും അതേസമയം വലിയ കച്ചവട മനസ്സുള്ള ഒരു കച്ചവടക്കാരനുമാണ്. ട്രംപ് ആദ്യം തന്നെ പറഞ്ഞല്ലോ അമേരിക്ക ഫസ്റ്റ്, അതാണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ. അതിന് തെറ്റെന്താ? അമേരിക്ക ഫസ്റ്റ് എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യമാണെന്ന് പറഞ്ഞു. അമേരിക്ക ഫസ്റ്റാണ് തൻ്റെ ലക്ഷ്യമെന്ന് പറയുന്ന ട്രംപ് സംസാരിച്ചാരോടാണ്? നിർഭയ ഭാരത് എന്ന് പറയുന്ന മേക്ക് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ഒരു സ്കീമുമായിട്ട് നിൽക്കുന്ന നരേന്ദ്രമോദിയെ. അപ്പം മേക്ക് ഇന്ത്യ ഫസ്റ്റാണ് നരേന്ദ്രമോദിയുടെയും ലക്ഷ്യം, അതെ, മേക്ക് ഇന്ത്യ ഫസ്റ്റാണ് ട്രംപിൻ്റെയും ലക്ഷ്യം. അപ്പോൾ അവിടെ രണ്ട് തുല്യ ആളുകൾ തമ്മിലുള്ള സംഭാഷണമാണ്. അപ്പോൾ അവിടെ ട്രംപിന് നരേന്ദ്രമോദിയെ ഡിക്റ്റേറ്റ് ചെയ്യാൻ പറ്റുകയില്ല. അപ്പം ട്രംപ് ആ സംഭാഷണത്തിൽ തന്നെ സെലൻസ്കിയോട് പറയുന്നുണ്ടല്ലോ, ഞങ്ങളെ ഡിക്റ്റേറ്റ് ചെയ്യരുതെന്ന്, ഞങ്ങളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്, ഡിക്റ്റേറ്റ് ചെയ്യരുതെന്നൊക്കെ ട്രംപ് ഭീഷണിയുടെ സ്വരത്തിലാണ് സെലൻസ്കിയോട് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യക്ക് കിട്ടിയൊരു അംഗീകാരം നരേന്ദ്രമോദിയെ ലോക നേതാക്കന്മാരെ എങ്ങനെ കാണുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും മികച്ച ഉദാഹരണമാണ് ട്രംപ് സെലൻസ്കിയെ കൈകാര്യം ചെയ്തതും ട്രംപ് നരേന്ദ്രമോദിയെ കൈകാര്യം ചെയ്തതും. ഇതിപ്പോൾ അത് വളരെ വളരെ വ്യക്തമാണ്. പക്ഷെ സാർ, ഒരു കാര്യം, ഈ ഉക്രൈനിൽ വലിയ തോതിൽ ഗുണനിലവാരമുള്ള ധാതുസമ്പത്തുണ്ട്. ഈ ധാതുസമ്പത്ത് അമേരിക്കയ്ക്കും താല്പര്യമുള്ളൊരു വിഷയമാണ്, റഷ്യയ്ക്കും താല്പര്യമുള്ള വിഷയമാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു ഉക്രൈനോട് ട്രംപ് ഒരു വിട്ടുവീഴ്ചയില്ലാതെയാണ് പെരുമാറുന്നത്. അതേസമയം ഇന്ത്യയുമായിട്ടൊരു വലിയ ട്രേഡ് ഡെഫിസിറ്റ്, വ്യാപാര കമ്മിയിൽ നിൽക്കുകയാണ് ഇപ്പോഴും. പക്ഷേ ആ ഇന്ത്യയോട് വളരെ മൃദുവായ, വളരെ സൗഹാർദ്ദപരമായ ഒരു നിലപാടാണ് ട്രംപ് സ്വീകരിച്ചത്. ഇത് വാസ്തവത്തിലൊരു ആശയക്കുഴപ്പം നമ്മുടെ ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ, അല്ലെങ്കിൽ ഇതിനെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന, വിദേശകാര്യം നിരീക്ഷിക്കുന്ന മാധ്യമ പ്രവർത്തകരുടെ ഇടയിലൊക്കെ ഈ ഒരു വൈരുദ്ധ്യം ഒരു ചർച്ചയായിട്ടുണ്ട്. അതെന്തുകൊണ്ടാണ് സാർ? നമ്മൾ ഈ ഓടുമ്പോഴേ, ഓട്ട മത്സരത്തിലെ ഒന്നാം സ്ഥാനക്കാരൻ ഭയപ്പെടുന്ന ആരെയാണ്? രണ്ടാം സ്ഥാനക്കാരൻ. അതെ. 5ാം സ്ഥാനത്ത് നിൽക്കുന്നതിന് എന്തിനാണ് ഭയപ്പെടുന്നത്? 2ാം സ്ഥാനത്ത് നിൽക്കുന്ന ആളിനെ അവർ ഭയപ്പെടുകയുള്ളൂ. അതെ. 1ാം സ്ഥാനം അമേരിക്കയാണ്, തൊട്ട് പുറകിൽ നിൽക്കുന്നത് ചൈനയാണ്. യഥാർത്ഥത്തിൽ അമേരിക്കയേക്കാൾ വലിയൊരു സാമ്പത്തിക ശക്തിയായിട്ട് ഏതാണ്ട് ചൈന മാറിക്കഴിഞ്ഞു. അതാണ് അതിൻ്റെ വാസ്തവം. പക്ഷേ അമേരിക്കയിൽ ഒരു ജനാധിപത്യ വ്യവസ്ഥിതി നിൽക്കുന്ന ഒരു രാജ്യമാണ്. അപ്പോൾ അതിൻ്റെതായ പരിമിതിയുണ്ട്. ചൈന അങ്ങനെയല്ല. ഷീ ജിൻപിങ് ചൈനയുടെ മൊത്തം മുതലാളിയാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നതാണ്, അദ്ദേഹത്തിൻ്റെതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി, അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് പ്രോപ്പർട്ടി. കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിലെല്ലാം അങ്ങനെയാണ്. ഏതെല്ലാം രാജ്യങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിച്ചിട്ടുണ്ടോ അവരെല്ലാം ഏകാധിപതികളാണ്, ജനാധിപത്യ വിരുദ്ധരാണ്. അപ്പോൾ ശരിക്കും യഥാർത്ഥ ഫാസിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ, അതിന് തർക്കമുള്ള കാര്യമൊന്നുമില്ലല്ലോ. ഹിറ്റ്ലർ കൊന്നതിനേക്കാൾ പോലെ തന്നെ അത്രയും ആളുകളെ, അതിൽ കൂടുതൽ ആളുകളെ സ്റ്റാലിൻ കൊന്നിട്ടുണ്ടല്ലോ. സൈബീരിയയിൽ അയച്ചല്ലേ കൊന്നത്. മറ്റേ അങ്ങനെ പിന്നെ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ കൊണ്ടുപോയി കൊന്നു. ഒന്ന് കോൺസെൻട്രേഷൻ ക്യാമ്പ്, മറ്റൊന്ന് സൈബീരിയ. ഈ വ്യത്യാസമേ ഉള്ളൂ. ഇപ്പം ഞാൻ പറഞ്ഞു വന്നത്
ചൈനയെ അമേരിക്ക വല്ലാതെ ഭയപ്പെടുന്നുണ്ട്. വല്ലാതെ ഭയക്കുന്ന തൊട്ടടുത്ത് നിൽക്കുന്നത് ചൈനയാണ്. എപ്പോൾ ചൈന മറികടക്കും എന്നുള്ളതാണ് പ്രശ്നം. അപ്പം ട്രംപിനെ സംബന്ധിച്ചിടത്തോളം, ഒരു വ്യവസായി എന്നുള്ള നിലയിൽ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം, അതുപോലെ രാഷ്ട്രീയക്കാരൻ എന്നുള്ള നിലയിൽ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ചൈനയാണ് ഭയക്കേണ്ടത്. ഇന്ത്യയെ ഭയക്കേണ്ട കാര്യമില്ല. രണ്ട് കാരണങ്ങളാൽ. ഒന്ന്, ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ്. പിന്നെ ഒരിക്കലും ഇന്ത്യ വേറൊരു രാജ്യത്തെ അങ്ങോട്ട് കയറി ആക്രമിച്ച ചരിത്രമേ ഇല്ല. ചൈനയെ കൊണ്ട് ചൈന നമ്മളെ ആക്രമിച്ചില്ലേ? അപ്പം ചൈനയ്ക്ക് അങ്ങനെ ചരിത്രമുണ്ട്. പിന്നെ മറ്റൊരു കാര്യം, ഒരു ചരിത്രം നമ്മളൊന്ന് പരിശോധിച്ച് നോക്കിയാൽ ചൈനക്കാരന് ചരിത്രത്തിലുടനീളം വിശ്വസിക്കാൻ കൊള്ളാത്ത ഒരു ജനതയായിട്ടാണ് ലോകം കാണുന്നത്. വിശ്വാസമെടുക്കാൻ പറ്റുന്ന ആളുകളല്ല ചൈനക്കാർ. ഇന്ത്യക്കാരൻ അങ്ങനെയല്ല. ഇന്ത്യക്ക് ചൈനയെ പോലെ തന്നെ ഒരു വലിയ, ഇന്ത്യയെ പോലെ തന്നെ ചൈനയ്ക്കും വലിയ ഒരു സാംസ്കാരിക ചരിത്ര പാരമ്പര്യമൊക്കെ ഉണ്ട്. അതൊക്കെ ഉണ്ട്, ഇന്ത്യയെ പോലെ തന്നെ ഉണ്ട്. പക്ഷേ അവരെ വിശ്വസിക്കാൻ കൊള്ളരുതാത്ത ഒരു ജനവിഭാഗമായിട്ടാണ് ലോകം കാണുന്നത്. അപ്പം ട്രംപ് സ്വീകരിച്ച നിലപാടിൽ ഈ കാര്യം വളരെ വ്യക്തമാണ്. പക്ഷെ ട്രംപും നരേന്ദ്രമോദിയും തമ്മിലുണ്ടാക്കിയ കരാറിനെക്കുറിച്ച് നമ്മുടെ മാധ്യമങ്ങൾ അതിൻ്റെ പോസിറ്റീവായുള്ള വശം മറച്ചു വയ്ക്കുകയാണ് ചെയ്യുന്നത്. കാരണം ഇപ്പോൾ കേരളത്തിലെ പ്രധാനപ്പെട്ട രണ്ട് മുഖ്യധാരാ മാധ്യമങ്ങൾ എന്ന് പറയുന്നത് മലയാള മനോരമയും മാതൃഭൂമിയുമാണ്. ഈ രണ്ട് പത്രങ്ങളും നിരന്തരമായി ഭാരതീയ ജനതാ പാർട്ടിയെ അല്ല അവർ ഫോക്കസ് ചെയ്യുന്നത്, അവർ നരേന്ദ്രമോദിയാണ് ഫോക്കസ് ചെയ്യുന്നത്. കാരണം മോദിയാണ് ലോക രാഷ്ട്രീയത്തിൽ തിളങ്ങി നിൽക്കുന്നത്. അതാണ് അവരുടെ ഉറക്കം കെടുത്തുന്നത്. ഞാൻ മാതൃഭൂമി വായിക്കുന്ന ഒരാളാണ്. മാതൃഭൂമി വരുന്ന ലേഖനങ്ങൾ അർഹിക്കുന്ന, കൊള്ളാവുന്ന ലേഖനം വായിക്കുന്നത് കൊള്ളാത്ത കളി. എങ്കിൽ പോലും അതിനകത്ത് വന്ന ലേഖനങ്ങളൊക്കെ പലതും രാഹുൽ ഗാന്ധിയുടെ ലേഖനം വന്നിട്ടുണ്ട്, KC വേണുഗോപാലിൻ്റെ ലേഖനം വന്നിട്ടുണ്ട്, VD സതീശൻ്റെ ലേഖനം വന്നിട്ടുണ്ട്, ഭൂലോക ഫ്രോഡായ ചിദംബരം ചെട്ടിയാരുടെ ലേഖനം വന്നിട്ടുണ്ട്. ഇവരുടെ എല്ലാ ലേഖനം മാതൃഭൂമി വന്നിട്ടുണ്ട്. പക്ഷേ വ്യത്യസ്തമായ മറ്റൊരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ BJP നേതാക്കന്മാരുടെ ആരുടെയും കാര്യമായ ലേഖനം അവിടെ വന്നിട്ടില്ല. പിന്നെ വരുന്നത് ശ്രേയാംസ് കുമാറിൻ്റെ ലേഖനമാണ്. പിന്നെ അത് വായിക്കാറില്ല. വായിക്കാൻ ഞാൻ ഓടിച്ച് നോക്കുന്നതിന് അപ്പുറത്ത് കാര്യങ്ങളൊന്നുമില്ല. ആരെങ്കിലും എഴുതി കൊടുത്ത് അദ്ദേഹം കൊടുക്കുന്നതായിരിക്കും. എന്തായാലും ശരി, അതിൻ്റെ ഒരു പ്രാധാന്യം ഞാൻ കൊടുക്കുന്നുണ്ട്. ഒറിജിനൽ ഒരു 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 ലേഖനമായിട്ട് എനിക്കത് തോന്നിയിട്ടില്ല. എഴുത്തുകാരൻ്റെ മനസ്സിൽ നിന്ന് വരുന്ന നൂതനമായ ആശയങ്ങൾ കൊണ്ട് സമ്പന്നമാണ് ആ ലേഖനമെങ്കിൽ അത് വായിച്ചാൽ മതിയല്ലോ. അത്ര ഒരു അതിൻ്റെ പുറകിൽ ഗോസ്റ്റ് റൈറ്റേഴ്സ് ഒരുപാടുണ്ടല്ലോ. അത് ചെയ്യാൻ പറ്റില്ല, പലരും ചെയ്യുന്നതാണത്. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞു വന്ന മുഖ്യധാരാ മാധ്യമങ്ങളൊക്കെ ഇത് മറച്ചു വെച്ചിരിക്കുകയാണ്. എന്താണ് ട്രംപും മോഡിയും തമ്മിലുണ്ടാക്കിയ ഈ എഗ്രിമെൻറ്റിൻ്റെ ഏറ്റവും പ്രസക്തമായ ഭാഗം? 2030 2030 വളരെ ദൂരം, 5 കൊല്ലം കഴിഞ്ഞാൽ മതി 2030. ഈ ഗവൺമെൻറ്റിൻ്റെ, കേന്ദ്ര ഗവൺമെൻറ് കാലാവധി കഴിഞ്ഞൊരു കൊല്ലം കൂടെ. അപ്പോൾ 2030 അമേരിക്കയും ഇന്ത്യയും തമ്മിൽ നടക്കുന്ന വ്യാപാരം $50,000 കോടി എത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ $50,000 കോടി ഈ വ്യാപാരം എത്തിക്കണമെങ്കിൽ ഇന്ത്യ എത്ര ദൂരം മുന്നോട്ട് പോകണം? എന്നാൽ 2030 $50,000 കോടി വ്യാപാരം അമേരിക്കയിൽ നിന്ന് എന്ന് പറയുന്ന സമ്പന്നമായ ഒരു രാജ്യവുമായിട്ട് ചെയ്യത്തക്ക വിധത്തിൽ എൻ്റെ രാജ്യത്തെ ഞാൻ മാറ്റിയെടുക്കും എന്ന ആത്മവിശ്വാസമുള്ളൊരു പ്രധാനമന്ത്രിയാണ് ഇന്ത്യക്കുള്ളത്. അതെല്ലാവർക്കും ഗുണകരമായ കാര്യമല്ലേ? അത് കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും BJP ഒന്നും അല്ലല്ലോ. BJPക്ക് വേണ്ടിയല്ലല്ലോ അദ്ദേഹം ഇന്ത്യക്ക് വേണ്ടിയേ പോയത്. അപ്പം ഇവിടെ നമ്മൾ കാണേണ്ടതാണ്. മറ്റൊന്ന്, അമേരിക്കയുടെ ആയിട്ട് എന്നും സൗഹൃദത്തിൽ നിൽക്കുന്ന ഒരു രാജ്യമാണ് കാനഡ. കാനഡയ്ക്കും മെക്സിക്കോയ്ക്കും 25% ടാക്സ് ഇറക്കുമതി ചുങ്കം അമേരിക്ക ചുമത്തി. ഇന്ത്യക്കും 25% ഇറക്കുമതി ചുങ്കം ചുമത്തി എന്ന് പറഞ്ഞിട്ടുണ്ട്. എവിടെയാണ് ഇന്ത്യക്ക് ഇറക്കുമതി ചുങ്കം ചുമത്തിയിരിക്കുന്നത്? ഇരുമ്പുരുക്ക് സാധനങ്ങൾക്കും അലൂമിനിയത്തിനും. ഇന്ത്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ഇരുമ്പുരുക്ക് സാമഗ്രികൾക്കും അലൂമിനിയത്തിനും വേണ്ടി 25%. ഇന്ത്യയിൽ നിന്ന് അമേരിക്ക ഇറക്കുമതി ചെയ്യുന്നതൊക്കെയാണ് തുണിത്തരങ്ങൾ, ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ, മരുന്നുകൾ. അതിനൊന്നും അല്ല ചുമത്തിയിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ വിട്ടുവീഴ്ച ചെയ്യാനുള്ളത് വിട്ടുവീഴ്ച ചെയ്തു. ലോകത്തിൻ്റെ മുന്നിൽ 25% നമുക്ക് ചുമത്തിയിട്ടുണ്ട്. അത് പക്ഷേ കാര്യമായ ഇറക്കുമതി ഒന്നുള്ളതാണ്. ചില ഉൽപ്പന്നങ്ങൾക്ക്. പിന്നെ വ്യാപാര കമ്മി കുറയ്ക്കാനായിട്ട് നമ്മൾ എണ്ണയും മറ്റേ വാതകങ്ങളും ഒക്കെ നമ്മൾ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുന്നു. ഇത് രണ്ടും നമുക്ക് അനിവാര്യമല്ലേ? ഇത് രണ്ടും ഇന്ത്യയുടെ വികസനത്തിന് അനിവാര്യമല്ലേ? തീർച്ചയായും. അപ്പോൾ വളരെ കൃത്യമായ, വളരെ ഫലപ്രദമായൊരു ചർച്ചയാണ് ട്രംപും ഇന്ത്യയായിട്ട് നടത്തിയത്. ട്രംപിൻ്റെ നിലപാടിൽ ഞാൻ മനസ്സിലാക്കിയിടത്തോളം തന്ത്രശാലിയായ ട്രംപ് വിട്ടുവീഴ്ച ചെയ്യാവുന്നതിൻ്റെ മാക്സിമം വിട്ടുവീഴ്ച ചെയ്തിട്ടുണ്ട്. ട്രംപിൽ നിന്ന് വാങ്ങിച്ചെടുക്കാവുന്നതിൻ്റെ പരമാവധി മോഡി വാങ്ങിച്ചെടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് മോദി വളരെ സമർത്ഥനായ ഒരു നെഗോഷിയേറ്ററാണ്. എനിക്ക് അദ്ദേഹം ഉപയോഗിച്ച വാക്ക് തന്നെ
വെരി ടഫ് നെഗോഷിയേറ്റർ എന്നാണ്. അതായത് ഇദ്ദേഹത്തിനോട് നെഗോഷിയേറ്റ് ചെയ്തൊരു ഇടത്ത് എത്തിക്കണമെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്, അദ്ദേഹം അക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യുന്നില്ല എന്നാണ് ട്രംപ് പറഞ്ഞത്. വാസ്തവത്തിൽ അത് ശരിയാണ് താനും. തീർച്ചയായും അല്ല, ഞാനതാണ് പറഞ്ഞത്. എനിക്ക് സത്യത്തിന് നമ്മുടെ പ്രധാനമന്ത്രി അമേരിക്കൻ പ്രസിഡന്റുമായിട്ടുള്ള വ്യാപാര കരാറിൻ്റെ അത്യാവശ്യം എനിക്ക് ശേഖരിക്കാൻ കഴിയുന്ന വിശദാംശങ്ങൾ ശേഖരിക്കാൻ കഴിഞ്ഞപ്പോൾ ഒരു ഭാരതീയൻ എന്നുള്ള നിലയിലേക്ക് എനിക്ക് ആത്മാഭിമാനം തോന്നി. ഇതാണ് എൻ്റെ പ്രധാനമന്ത്രി, പ്രധാനമന്ത്രിയാണ് ഞാൻ ആരാധിക്കുന്നത്, ഞാൻ അനുകൂലിക്കുന്നത്. ഇവിടെ BJP നല്ലൊരു മുഖ്യമന്ത്രി ഏത് പാർട്ടിയുടെ കേരളത്തിൽ വരട്ടെ, നല്ലൊരു പ്രധാനമന്ത്രി ഏത് പാർട്ടിയുടെ ഇന്ത്യയിൽ വരട്ടെ, നമ്മളതിനെ പിന്നെ അംഗീകരിക്കുന്നത്. എനിക്ക് വളരെ ഇഷ്ടമുള്ള പ്രധാനമന്ത്രിയാണ് ഇന്ദിരാഗാന്ധി. 71 അവരുടെ സേവനത്തിൻ്റെ പേരിലാണ്. ഞാൻ ഇന്ദിരാഗാന്ധി കോൺഗ്രസ് നേതാവായിട്ടല്ല ഞാൻ കാണുന്നത്, ധീരയായ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ടാണ് കാണുന്നത്. മൻമോഹൻ സിംഗ് ധനശാസ്ത്ര വിദഗ്ധൻ എന്നുള്ള നിലയിൽ അദ്ദേഹം വളരെ നല്ല ഒരാളായിരുന്നു. ഒരുപക്ഷെ ഇന്ത്യയെ ഇന്ന് ഈ സാമ്പത്തിക വളർച്ചയിലേക്ക് കൊണ്ടുവരുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച ആളിട്ട്. പക്ഷേ അന്ന് പ്രധാനമന്ത്രി നരസിംഹറാവു എന്ന് പറയുന്ന ഒരു ചാണക്യനായിരുന്നു. നരസിംഹറാവു ആണ് ഇദ്ദേഹത്തിൻ്റെ സേവനം പരമാവധി ഇന്ത്യക്ക് വേണ്ടി പറയാൻ പറ്റും. അപ്പം എക്സലൻ്റ് പിന്നെ ഫിനാൻസ് മിനിസ്റ്റർ ആയിരുന്നു മൻമോഹൻ സിംഗ്. പക്ഷേ വളരെ മോശം പെർഫോമൻസ് ആയിരുന്നു അദ്ദേഹം പ്രധാനമന്ത്രി സർക്കാരിൽ നിന്നുണ്ടായത്. ഉണ്ടായെങ്കിലും പക്ഷേ അദ്ദേഹം ചെയ്ത ഏറ്റവും വലിയ സേവനം അമേരിക്കയെ ഉണ്ടാക്കിയ 123 അഗ്രിമെൻറ്റ് ആണവ കരാറൊന്നും നമ്മൾ ഒപ്പുവെച്ചില്ലായിരുന്നെങ്കിൽ ഇന്നിപ്പോൾ നമുക്കത് വലിയ ബുദ്ധിമുട്ടായി മാറിയനെയായിരുന്നു. അപ്പം ആണവ കരാർ ഒപ്പുവെച്ചപ്പോഴാണ് സമ്പുഷ്ട യുറേനിയം പല രാജ്യങ്ങളും നമുക്ക് തരാൻ തയ്യാറായത്. നമ്മുടെ ആണവ റിയാക്ടറുകൾക്ക് ആവശ്യമുള്ള ഇന്ധനം നമുക്ക് കിട്ടാൻ തുടങ്ങിയത്. വളരെ ദീർഘവീക്ഷണത്തോടുകൂടി കർശനമായൊരു നിലപാട് സ്വീകരിച്ച് അദ്ദേഹം ഒപ്പുവെച്ച ആണവ കരാർ, അമേരിക്കയുള്ള ആണവ കരാർ, ന്യൂക്ലിയർ ട്രീറ്റി, അതൊരു ഇന്ത്യയുടെ ഭാവി മറിച്ചതാണ്. പക്ഷേ അത് അദ്ദേഹത്തിൻ്റെ ഒരു ഇച്ഛാശക്തി കൊണ്ട് നടന്നുവെങ്കിലും ഒരു എക്സ്ട്രാ കോൺസ്റ്റിറ്റ്യൂഷണൽ പവർ, അത് ഈ രാജ്യത്തെ സ്നേഹമില്ലാത്ത, ഈ രാജ്യത്തിൻ്റെ സംസ്കാരം ഉൾക്കൊള്ളാൻ കഴിയാത്ത, ഈ രാജ്യത്തിൻ്റെ പാരമ്പര്യം മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു വിദേശ വനിത 10 കൊല്ലം ഇതെല്ലാം നിയന്ത്രിക്കാൻ തുടങ്ങിയപ്പോൾ മൻമോഹൻ സിംഗ് ഒരു പരിധിവരെ നിസ്സഹായനായിരുന്നു. അപ്പോൾ പലരും ചോദിക്കും അദ്ദേഹം എന്താ ഇട്ടിട്ട് പോയപ്പോൾ. അങ്ങനെ ചെയ്യാനൊക്കത്തില്ല. പ്രധാനമന്ത്രി എന്നുള്ളൊരു ദൗത്യമാണ് അദ്ദേഹത്തിന് ഏൽപ്പിച്ചത്. അതെ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ മൻമോഹൻ സിംഗ് ചരിത്രത്തിൽ ഓർമ്മിക്കപ്പെടുന്നത് ഈ അമേരിക്കയുമുള്ള ആണവ കരാറിൻ്റെ അടിസ്ഥാനത്തിലും അതുപോലെ തന്നെ നരസിംഹറാവുവിൻ്റെ കൂടി ഇരുന്ന ഫിനാൻസ് മിനിസ്റ്റർ എന്ന നിലയിൽ അദ്ദേഹം ചെയ്ത സേവനത്തിൻ്റെ പേരിലായി. സർ, ഇവിടെ ഒരു ചോദ്യം കൊണ്ട് നമുക്കിത് അവസാനിപ്പിക്കാം. അപ്പോൾ ശക്തനോട് ട്രംപ് സൗഹൃദവും ദുർബലനോട് അത്ര ഞാൻ പറയുന്നത് അങ്ങ് അനുസരിച്ചോ എന്നുള്ളൊരു നിലപാടുമാണോ സ്വീകരിക്കുന്നത്? അതാണോ നമ്മൾ ഈ സെലൻസ്കിയുമായിട്ടും നരേന്ദ്രമോദിയുമായിട്ടുള്ള ചർച്ചയിൽ മുഴച്ചു നിൽക്കുന്നത്, അല്ലെങ്കിൽ അത് വെളിപ്പെടുത്തുന്നത് അതാണോ? തീർച്ചയായിട്ടും അതല്ല. എൻ്റെ കാര്യം വെച്ചാലേ അങ്ങനെ പെരുമാറുകയല്ലത്, മറിച്ച് രാഷ്ട്രീയത്തിൻ്റെതായൊരു മെത്തേഡുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് 43 ലക്ഷം കോടി ഇന്ത്യൻ രൂപയാണ്, ഇപ്പോൾ ഡോളർ വരുമ്പോൾ അത് കൂട്ടി നോക്കണം, ഈ ഉക്രൈൻ്റെ യുദ്ധത്തിന് വേണ്ടി അമേരിക്ക ചെലവഴിച്ചു. 43 ലക്ഷം. അമേരിക്കയിലെ ജനങ്ങൾക്ക് കിട്ടേണ്ട 43 ലക്ഷം കോടി രൂപ അവിടുത്തെ നികുതി പണമാണ് ആരെടുത്ത് കൊടുത്തിരിക്കുന്നത്. അതൊരിക്കലും ജയിക്കാൻ കഴിയാത്തൊരു യുദ്ധം. ആ യുദ്ധം. അപ്പോൾ അദ്ദേഹം കൃത്യമായിട്ട് മനസ്സിലാക്കിയത് സെലൻസ്കി ആരാണ്, പുടിൻ ആരാണ്, അതാണ് അദ്ദേഹം മനസ്സിലാക്കിയത്. ശരിക്കും ട്രംപ് ചെയ്ത ഏറ്റവും വലിയ സേവനം ലോകത്തെ ഒരു 3ാം ലോകമഹായുദ്ധത്തിലേക്ക് കൊണ്ടുപോകാതെ രക്ഷിക്കുകയാണ് ട്രംപ് ചെയ്തതെന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. കാരണം എന്താണെന്ന് വെച്ചാൽ പുടിൻ ഒരു കാരണവശാലും ഈ കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യും. കാരണം സെലൻസ്കിക്ക് ജയിക്കാനും പറ്റില്ല. സെലൻസ്കി ജയിക്കാൻ പറ്റില്ല. സെലൻസ്കി മണ്ടനാണ്. കാരണം നാറ്റോ സഖ്യത്തിൽ നിന്ന് നിങ്ങൾ മാറിയാൽ മാത്രം മതി, ഞങ്ങൾക്ക് യുക്രൈനുമായിട്ട് ബന്ധം തുടരുന്നതിന് കുഴപ്പമില്ല എന്ന് പറഞ്ഞത് വാശിക്ക് പോയി ഈ സെലൻസ്കി ഒരു ഹാസ്യനടനാണ്. ഈ സെലൻസ്കി ഒരു ഹാസ്യനാടകം പോലെ കൊണ്ടുപോയതിൻ്റെ ഫലമാണ്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു രാജ്യം ഒരു പ്രധാനമന്ത്രിയെ തിരഞ്ഞെടുക്കുമ്പോൾ, അധികാരിയെ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ ആ ജനാധിപത്യമുള്ളൊരു ജനത ഓർത്തിരിക്കേണ്ടത് അയാളുടെ ഇച്ഛാശക്തി, അയാളുടെ ആർജവം, അയാളുടെ രാജ്യവീക്ഷണം, അയാളുടെ ദീർഘവീക്ഷണം, ഇതെല്ലാം നമ്മൾ നോക്കണം. അതുകൊണ്ടാണ് ഞാൻ നരേന്ദ്രമോദിയെ സപ്പോർട്ട് ചെയ്യുന്നതും രാഹുൽ ഗാന്ധിയെ നഖശിഖാന്ത് എതിർക്കും. ഞാൻ കോൺഗ്രസിനെ എതിർക്കാറില്ല. കോൺഗ്രസ് അനിവാര്യമാണെന്ന് വിചാരിക്കുന്ന ഒരാളാണ്. ഞാൻ എപ്പോഴും എതിർക്കുന്നത് ഈ നെഹ്റു കുടുംബത്തെയും അതുപോലെ തന്നെ രാഹുൽ ഗാന്ധിയാണ്. അതാണ് ഒരു ജനത മനസ്സിലായത്. ഈ സെലൻസ്കി എവിടേക്കാണ് യുക്രൈനെ കൊണ്ടുപോകുന്നത്? അങ്ങനെ യുക്രൈനെ ഒരു സർവനാശത്തിലേക്ക് തള്ളിവിടാതെ സംരക്ഷിക്കുകയാണ് ട്രംപ് ചെയ്തിരിക്കുന്നത്. ഇന്നല്ലെങ്കിൽ നാളെ യുക്രൈനുമായിട്ട് ഒരു സന്ധിയിൽ വന്നേ പറ്റൂ, അല്ലാതെ ഉക്രൈന് രക്ഷയില്ല. മിക്കവാറും
അമേരിക്കയെ പോലെ ഒരു കരുത്തുറ്റ ഒരു എന്താ പറയണ്ടേ, അങ്ങനെ ഒരു സഹായം അവർക്ക് കൂടിയേ തീരുള്ളൂ. അല്ല, സെലൻസ്കിയെ യുക്രൈൻകാർ തന്നെ തള്ളി പറയുന്ന കാലം അനധിവിദൂരമല്ല. എത്ര വലിയ ആഘോഷത്തോടാണ് അരവിന്ദ് കേജ്രിവാളിനെ പൊക്കിക്കൊണ്ടു നടന്നത്. അതെ, ഇപ്പോൾ അവസാനം ഡൽഹി ഒരു ദിവസം കൊണ്ട് അദ്ദേഹത്തെ വലിച്ച് ദൂരെ കളഞ്ഞില്ലേ. അതാ ഞാൻ പറഞ്ഞത്, ജനാധിപത്യത്തിലെ ജനങ്ങൾക്ക് കൃത്യമായി കാര്യങ്ങൾ വിലയിരുത്താൻ കഴിയും. അരവിന്ദ് കേജ്രിവാളിന് ഡൽഹിയിലുണ്ടായ വിധി വ്ളാഡിമിർ സെലൻസ്കിക്ക് യുക്രൈനിലുണ്ടാകാൻ അധികകാലം നമ്മൾ കാത്തിരിക്കേണ്ടി വരില്ല. യുക്രൈനെ നശിപ്പിക്കാൻ തയ്യാറെടുത്ത് നിൽക്കുന്ന വിഡ്ഢിയായ ഒരു രാഷ്ട്രീയ നേതാവിനെ കൈകാര്യം ചെയ്യേണ്ടതുപോലെ തന്നെ. റഷ്യയേക്കാൾ വലിയ ശത്രു സെലൻസ്കിയാണ് ഉക്രൈനെ. തീർച്ചയായിട്ടും റഷ്യയല്ല, വിഡ്ഢിയായ ഭരണാധികാരികൾ എപ്പോഴും ഏത് സമൂഹത്തിനും ബാധ്യത തന്നെയാണ്, അതിന് സംശയിക്കേണ്ട. സെലൻസ്കിയാണ് യുക്രൈൻ്റെ ബാധ്യത. അത് പരിഹരിക്കാൻ ട്രംപ് ചെയ്ത ഒരു നല്ല കാര്യമാണ്. എനിക്ക് ആ സംഭാഷണം, ഞാനത് ലൈവായിട്ട് കണ്ടതാണ്. ട്രംപ് കാര്യങ്ങൾ ഡിക്റ്റേറ്റ് ചെയ്ത് പോകുന്നുണ്ട്. സെലൻസ്കി വൈറലായിരിക്കുകയാണ് അവർ തമ്മിലുള്ള. അത് വൈറലാകാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഇങ്ങനെ ഒരു സംഭാഷണം, അതായത് രണ്ട് രാഷ്ട്ര നേതാക്കന്മാർ സംസാരിക്കുന്നത് ലൈവായിട്ട് ടെലികാസ്റ്റ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ കുറച്ച് ഭാഗങ്ങളൊക്കെ വരും, അല്ലാതെ ഒരു ഇത്രയും നീണ്ട രീതിയിൽ അത് ഒരു ചർച്ച കണ്ടിട്ടില്ല. എന്തായാലും ശരി, ലോകത്തെ ഒരു രണ്ടാം ലോകമഹായുദ്ധത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നു, മൂന്നാം ലോകമഹായുദ്ധം രക്ഷപ്പെടുന്നു. ഒപ്പം അമേരിക്കയിൽ നിന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന സാമ്പത്തിക പ്രതിസന്ധി അവസാനിക്കണമെങ്കിൽ യുക്രൈനും റഷ്യയുമായുള്ള യുദ്ധം അവസാനിച്ചേ ഉള്ളൂ. UK പറഞ്ഞില്ല അവരുടെ പട്ടാളക്കാരെ അങ്ങോട്ട് അയക്കാമെന്ന്. അവിടെ പോയി അയക്കാം. പണ്ട് അമേരിക്കക്കാർ വിയറ്റ്നാമിൽ പോയതാ, അടിയും കൊണ്ട് കരവും കൊടുത്തേച്ച് വരുന്നത് അറിയാവുന്ന ട്രംപ് ഈ ബ്രിട്ടനിലെ പ്രധാനമന്ത്രിക്ക് വിവരമില്ലെന്നോ മനസ്സിലായി, അല്ലെങ്കിൽ ബ്രിട്ടീഷ് സൈന്യത്തിനെ അവിടെ അയച്ച് റഷ്യയുമായിട്ട് യുദ്ധത്തിന് പോകും. കുറേ പേര് മരിച്ചു. അല്ലാതെ രാജീവ് ഗാന്ധി ഇത് ചെയ്തല്ലേ, ഇന്ത്യൻ പീസ് കീപ്പിംഗ് ഫോഴ്സിനെ സിലോണിലേക്ക് അയച്ചല്ലേ, എന്ത് സംഭവിച്ചു? അപ്പോൾ അതൊന്നും മനസ്സിലാക്കുക. അതാണ് ഞാൻ പറഞ്ഞത്, ചരിത്രബോധമില്ലാത്ത ഭരണാധികാരികൾ ഏത് ജനതയ്ക്കും ബാധ്യതയാണ്. സെലൻസ്കിയുടെ കാര്യത്തിൽ അത് തന്നെയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.